ഏവർക്കും ക്രിസ്തീയ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. യിരെമ്യാ പ്രവാചകൻ അനുഭവിച്ച കഷ്ടതകളും ശാരീരിക പീഡകളും മാനസിക വ്യഥകളും അതിൻ്റെ കാരണങ്ങളുമാണ് നമ്മൾ ഇതിനകം ചിന്തിച്ചത്. അതേ തുടർന്ന് തന്നെ ദൈവവചനത്തോടുള്ള ബന്ധം, മനോഭാവം യഹൂദ ജാതിക്ക് എങ്ങനെ ഇരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. തീർന്നില്ല. 23 വർഷം യിരെമ്യാവ് നിരന്തരമായി വചനം ശുശ്രൂഷിച്ചിട്ട്, ഒരേ സ്ഥലത്ത് ഒരേ ജനവർഗത്തോട് സംസാരിച്ചിട്ട് അവരാ വചനം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല എന്ന് ദുഃഖത്തോടെ ദൈവാത്മാവ് രേഖയാക്കിയത് നാം കണ്ടു. അതോടനുബന്ധമായ ചില വാക്യങ്ങളാണ് പ്രാരംഭമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നത്. സത്യവചനം യഹൂദന് വേണ്ട, യിരെമ്യാ പ്രവാചകനെ അവർക്ക് വേണ്ട. ഊര്യാവ് എന്ന് പറയുന്ന ദൈവഭക്തനായ മറ്റൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെയും അവർക്ക് വേണ്ട. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അവർക്ക് ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞ് ദൈവ അരുളപ്പാടുകളെ അവർ നിരാകരിച്ചു. അതേ സമയത്ത് തന്നെ കള്ളപ്രവാചകന്മാർ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. യിരെമ്യാവ് നൽകിയ ദൈവിക അരുളപ്പാടുകൾ നിരാകരിച്ച യഹൂദജനം കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷയോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നോക്കുന്നതും നമുക്ക് വളരെ പ്രയോജനകരമായിരിക്കും. നമുക്ക് യിരെമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് തന്നെ പോകണം. 23-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാവിൻ്റെ കാലത്തെ കള്ളപ്രവാചകന്മാർ ശുശ്രൂഷ ചെയ്തപ്പോൾ അവരെന്താണ് ഉദ്ദേശിച്ചിരുന്നത്? 23:14. യെരുശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തൻ്റെ ദുഷ്ടത വിട്ടുപിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാർ. ദൈവം അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. യിരെമ്യാവിലൂടെ ദൈവം ദുഷ്പ്രവൃത്തിക്കാർ മാനസാന്തരപ്പെടണം, തിരികെ വരണം എന്നാവശ്യപ്പെടുമ്പോൾ കള്ളപ്രവാചകന്മാർ യഹൂദജനത്തിൻ്റെ പാപത്തെ ന്യായീകരിച്ചുകൊണ്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നു. അവർക്കറിയാം കേൾക്കുന്ന ജനത്തിന് എന്താണ് വേണ്ടതെന്ന്. അവരത് നൽകുകയാണ്. തീർന്നില്ല. നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകണം. 27-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ എന്താണ് രേഖയാക്കിയുള്ളത് നോക്കാം. 27:14. നിങ്ങൾ ബാബേൽ രാജാവിനെ സേവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ ഭോഷ്കത്രേ നിങ്ങളോട് പ്രവചിക്കുന്നത്. യിരെമ്യാവ് നാളുകളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്വത്തിലേക്ക് തിരികെ വരിക, ദൈവവചനത്തെ അനുസരിക്കുക, പാപങ്ങളെ ഉപേക്ഷിക്കുക. അല്ലെന്ന് വരികിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുകയും ബാബേലിലേക്ക് അടിമകളായി അയക്കുകയും ചെയ്യും. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് രത്നച്ചുരുക്കം. എന്നാൽ അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ കള്ളപ്രവാചകന്മാരായ പ്രഭാഷകന്മാർ, കള്ളപ്രവാചകന്മാരെന്ന് വചനത്തിലുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ആ കാലത്ത് അവരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെന്ന ലേബലിലാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കള്ളപ്രവാചകന്മാർ പറയുക, നമ്മൾ ഒരു കാരണവശാലും ബാബേലിലേക്ക് പോകേണ്ടി വരികയില്ല. ഇവൻ വെറുതെ പറയുന്നതാ, ബാബേലിൽ നമ്മൾ പോകേണ്ടി വരികയില്ല. അപ്പോൾ യിരെമ്യാവൻ അതിനെതിരെ മറുപടി പറഞ്ഞു. യിരെമ്യാവ് പറഞ്ഞു, അങ്ങനെയല്ല, യഹോവ അരുളി ചെയ്യുന്നു, ദൈവം നമ്മളെ ബാബേലിലേക്ക് അയക്കും. 70 വർഷം നമ്മൾ അവിടെ അടിമകളായിരിക്കും. അതിന് മറുപടിയായിട്ട് കള്ളപ്രവാചകന്മാർ പറഞ്ഞത് എന്താണെന്ന് 28-ാം അധ്യായം 2-3 വാക്യങ്ങളിലുണ്ട്. 70 വർഷം ബാബേലിൽ അടിമകളായി ജീവിക്കേണ്ടി വരുമെന്ന് യിരെമ്യാവിലൂടെ യഹോവ അരുളി ചെയ്തപ്പോൾ അതിനെതിരെ കള്ളപ്രവാചകന്മാരായ ശുശ്രൂഷകന്മാർ അവരെന്താണ് പറഞ്ഞത് നോക്കുക. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിന്റെ നുകം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്ത് ബാബേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളൊക്കെയും ഞാൻ 2 സംവത്സരത്തിനകം ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തും. ബാബേലിലേക്ക് പോകേണ്ടി വരികയില്ലെന്ന് പറഞ്ഞപ്പോൾ യിരെമ്യാവ് അതിനെതിരെ കർക്കശമായി അല്ല, 70 വർഷം ബാബേലിൽ അടിമകളായി പോകേണ്ടി വരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയുകയാണ്. അപ്പോൾ കള്ളപ്രവാചകന്മാർ പറയുകയാണ്, ബാബേലിലേക്ക് പോകേണ്ടി വരികയില്ല. ഇനി അഥവാ പോകേണ്ടി വന്നാൽ തന്നെ 2 വർഷത്തിനുള്ളിൽ നമ്മളെല്ലാവരും തിരികെ ഇങ്ങോട്ട് വരും. 70 കൊല്ലമെന്ന് പറയുന്നത് ഇവൻ നുണ പറയുകയാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. കൂടിയാൽ 2 വർഷം പോകേണ്ടി വന്നാൽ തന്നെ അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ഇങ്ങനെയുള്ള രണ്ട് വിധ പ്രസംഗങ്ങൾ, യിരെമ്യാവ് ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കള്ളപ്രവാചകന്മാർ പലർ ഒരുമിച്ച് നിന്ന് യിരെമ്യാവിൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഇതിൻ്റെ മധ്യത്തിൽ യഹൂദജനത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു? 5-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കും. 30-31 വാക്യങ്ങൾ, യിരെമ്യാ പ്രവചനം 5:30-31 വാക്യങ്ങളിൽ ദൈവജനത്തിന് കള്ളപ്രവാചകന്മാരുടെ ശുശ്രൂഷ എങ്ങനെ പ്രയോജനകരമായി തീർന്നു എന്ന് പറയുകയാണ്. വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും? എൻ്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു. അണ്ടർലൈൻ ചെയ്യേണ്ട വാചകമായത്. ദൈവദാസനായ യിരെമ്യാവ് പതിറ്റാണ്ടുകൾ മാറി മാറി പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞിട്ട് അത് ദൈവജനത്തിന് ഇഷ്ടമല്ല, വേണ്ട, അവരത് കേൾക്കുന്നില്ല, ആക്ഷേപിക്കുകയാണ്, അവർ കളിയാക്കി പറഞ്ഞയക്കുകയാണ്. എന്നാൽ ജീവിതവിശുദ്ധിയില്ലാതെ പാപത്തിൽ തുടരുന്ന കള്ളപ്രവാചകന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ദൈവജനത്തിന് അതിഷ്ടമാകുന്നു. അവർക്ക് ആ പ്രസംഗമാണ് ആവശ്യമുള്ളത്. അതറിഞ്ഞുകൊണ്ടാണ് കള്ളപ്രവാചകന്മാർ ഇവർക്കിഷ്ടമുള്ളത് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്. യഹസ്കേൽ പ്രവാചകന്റെ കാലത്ത് നാം വായിക്കുന്നു, അന്ന് കള്ളപ്രവാചകന്മാർ ചെയ്തത് അവർ വെറുതെ ഭിത്തിക്ക് കുമ്മായം പൂശുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ പൊളിച്ച് പണിയേണ്ട സ്ഥാനത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ കെട്ടിടം ഉദാഹരിച്ച് പറയുക, അത് പൊളിച്ചു പണിയണം എന്ന് ദൈവാത്മാവ് ആവശ്യപ്പെട്ടപ്പോൾ യഹസ്കേലിൻ്റെ കാലത്തെ കള്ളപ്രവാചന്മാർ പറയുക, അത് വെറുതെ ഇവൻ പറയുക, ഒരു കുഴപ്പവും ഈ കെട്ടിടത്തിനില്ല, അത് നമുക്ക് വെള്ള പൂശി മിനുക്കിയെടുക്കാം. അങ്ങനെ യഹൂദൻ്റെ പാപത്തിന് വെള്ള പൂശുന്ന ആളുകളായിരുന്നു യഹസ്കേൽ പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ദൈവദാസന്മാരായ പ്രവാചകന്മാർക്കൊക്കെ എതിരാളികളായിട്ട് ശുശ്രൂഷകന്മാർ തന്നെ എഴുന്നേൽക്കുകയും അവർ ജനത്തിന് ഇഷ്ടമുള്ളത് നൽകുവാൻ തയ്യാറാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു നല്ല ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്, കച്ചവടക്കാരൻ എന്ന് പറയുന്നത് ജനത്തിന് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് നൽകുന്നതാണ്. അതാണ് ബുദ്ധി. അതല്ലാതെ ഈ കടയിൽ എനിക്കിഷ്ടമുള്ളതേ വിൽക്കുകയുള്ളൂ, വേണ്ടവർ വന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ ആരും അങ്ങോട്ട് പോകുകയില്ല. ഇവിടെ യിരെമ്യാവ് പറയുന്നത് ജനത്തിന് വേണ്ട, ജനത്തിന് ഇഷ്ടമല്ല. കള്ളപ്രവാചകന്മാർ തിരിച്ചറിഞ്ഞു, അവർ ജനത്തിന് ഇഷ്ടമുള്ളത് അവർ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഒരു പക്ഷേ ഇത് അന്നത്തെ സംഭവം മാത്രമായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ചുറ്റും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സുവിശേഷം എന്ന പേരിൽ ജനത്തിന് എന്ത് ഇഷ്ടമുണ്ടോ അത് കൊടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ. കർത്താവ് എന്തരുളി ചെയ്യുന്നു, തിരുവെഴുത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു, സത്യസുവിശേഷം എന്താണ്, അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ അതിന് പകരം ജനത്തിന് എന്തു വേണമോ അത് കൊടുക്കുവാൻ ഇഷ്ടമുള്ള പ്രസംഗകർ. അതാണ് കേരളക്കരയുടെ, ഭാരതത്തിൻ്റെ തന്നെ ശാപമായിട്ട് തീർന്നിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ ദൈവവചനം വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാം തീർച്ചയായിട്ടും വചനത്തിലെ സത്യങ്ങൾ ഗ്രഹിക്കുകയും വചനത്തിലേക്ക് മാനസാന്തരപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ നാം തീർച്ചയായും ദൈവവചനത്തിന് അനുസരണം കാണിച്ച് ദൈവത്തെങ്കിലേക്ക് തിരികുകയും ചെയ്യണം. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2-3 വാക്യങ്ങളുണ്ട്. പല വേദഭാഗങ്ങളിൽ നിന്നും 2-3 വാക്യങ്ങൾ സമയലാഭത്തിനു വേണ്ടി. അന്ത്യകാല ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ ഒരു ചില പ്രയോഗമുണ്ട്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ അന്ത്യകാലത്തെ പ്രസംഗകർ എന്ന് പറഞ്ഞാൽ ദൈവവചന ശുശ്രൂഷ എന്ന പേരിൽ അന്ത്യകാലത്ത് ശുശ്രൂഷിക്കുന്ന ആളുകൾ അവരെങ്ങനെയായിരിക്കും ദൈവവചനം ശുശ്രൂഷിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനാൽ രേഖയാക്കി തന്നിട്ടുണ്ട്. തിമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. പത്യോപദേശം പൊറുക്കാതെ അന്ത്യകാലത്തുള്ള വിശ്വാസികളെന്ന് അറിയപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറയുക, അവർ സത്യോപദേശം അല്ലെങ്കിൽ പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറുള്ള കെട്ടുകഥ കേൾക്കുവാൻ, കേൾവിക്കഥ കേൾക്കുവാൻ തിരിയുന്ന കാലമാകും. ഇന്ന് അതാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം കേട്ട് മാറത്തടിക്കേണ്ട ആളുകൾ, വസ്ത്രം കീറുകയും ഹൃദയം കീറുകയും ചെയ്യേണ്ട ആളുകൾ,
അതിനു പകരം ചിരിച്ച് ആർത്തട്ടകസിച്ച് തമാശയായി വചനത്തെ കോട്ടിക്കളയുന്ന പ്രസംഗകന്മാർ. യിരെമ്യാവിൻ്റെ കാലത്തേക്കാൾ ഒരു വ്യത്യാസവും ഇന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. റോമാലേഖനം 16-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യം കൂടെ വായിക്കാം ഈ ബന്ധത്തിൽ. 17-18 വാക്യങ്ങൾ. റോമാലേഖനം 16-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് റോമിലെ സഭയോട് പറയുന്നത് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോടകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ശക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഇവിടെ ഒരു കൂട്ടം പ്രസംഗരെ കുറിച്ച് പറയുക. ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കൾ ഹൃദയത്തെ വഞ്ചിക്കുന്ന ശുശ്രൂഷകന്മാർ. ഇത് നമ്മളാരും കണ്ടെത്തിയതല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അഭിപ്രായമല്ല ഈ പറയുന്നത്. അങ്ങനെയുള്ള പ്രസംഗകർ, ചക്കരവാക്കും മുഖസ്തുതിയും പറയുന്ന ആളുകൾ, ഇതാർക്കാ ഇഷ്ടമല്ലാത്തത് കേൾക്കാൻ? ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവദാസൻ പറയുന്നു, നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നു, മാനസാന്തരപ്പെടണം, തെറ്റുകൾ തിരുത്തണം എന്ന് പറയുന്നു. യാതൊരു മയവും കൂടാതെ പാപത്തിനെതിരെ ഘനതരമായിട്ട് പ്രസംഗിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് നിന്നുകൊണ്ട് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം ചക്കരവാക്ക്, മുഖസ്തുതി ഉപയോഗിച്ച് ജനത്തെ പ്രീതിപ്പെടുത്തുന്നു. നമ്മുടെ മുഖത്തടിച്ചതുപോലെ നമുക്കെതിരെ പറയുന്ന പ്രസംഗകരെ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? പകരം നമ്മളെ വേണ്ടതുപോലെ മാനിക്കുന്ന, മുഖസ്തുതി പറയുന്ന, പ്രശംസിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, നമ്മളെന്തോ സംഭവമാണെന്ന് സമൂഹത്തോട് പറയാൻ മനസ്സുള്ള ആളുകളെ കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. അതാണ് ഇന്ന് വന്നെത്തി നിൽക്കുന്ന ഗതികേടെന്ന് പറയുന്നത്. വേദപുസ്തകം നേരാമണ്ണം അറിയാം എന്ന് അവകാശപ്പെടുന്ന സമൂഹം പോലും ഇതിനടിമകളായി പോയി എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ഒരു കഥ അർത്ഥമുള്ളത് വായിച്ചു തോർക്കുന്നു. ഒരിക്കൽ സാത്താൻ ഒരു പരസ്യം നൽകി. അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളെല്ലാം ലേലം ചെയ്ത് വിൽക്കുകയാണ്. സാത്താൻ പറഞ്ഞു, എനിക്ക് പ്രായമായി, ഇനി എനിക്ക് ഈ ആയുധങ്ങളൊന്നും ആവശ്യമില്ല, ഇതെല്ലാം ഞാൻ ലാഭത്തിന് ലേലം ചെയ്ത് വിൽക്കുകയാണ്. ഇത് കേട്ട ആളുകളെല്ലാം ഓടി വന്നു, ലേലം ചെയ്തു. നല്ല വിലയ്ക്ക് ഓരോരോ ആയുധങ്ങൾ വാങ്ങി. ഓരോ ആയുധം എടുക്കുമ്പോഴും അതിൻ്റെ പ്രയോജനം എന്താണ്, ഉപയോഗം എന്താണെന്ന് സാത്താൻ കാണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുവിധം ആയുധങ്ങളെല്ലാം വിറ്റു. പക്ഷേ ഒരായുധം സാത്താൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വന്നവർക്ക് ജിജ്ഞാസയായി, അതെന്തായുധമാണ്? അതിൻ്റെ പേര് മറുവശത്താണ് എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത്, മുൻഭാഗത്ത് അവർ നോക്കിയിട്ട് കാണുന്നില്ല അതെന്തായുധമാണെന്നുള്ളത്. അപ്പോൾ വന്നവർ പറഞ്ഞു, സാത്താനെ, ആ ആയുധം കൂടെ ലേലം ചെയ്യുക, ഞങ്ങളത് വാങ്ങും, ഞങ്ങൾക്കത് വേണം. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഈ ആയുധം മാത്രം കൊടുക്കുകയില്ല, ബാക്കി എല്ലാ ആയുധവും ഞാൻ വിറ്റു, ഈ ആയുധം ഞാൻ വിൽക്കുകയില്ല. എന്നിട്ട് ആ ആയുധത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് സാത്താൻ കാണിച്ചു. ആ ആയുധം മുകളിലേക്ക് ഉയർത്തുമ്പോൾ ആളുകളെല്ലാം മുകളിലേക്ക് ഉയരുക, അത് താഴേക്ക് താഴ്ത്തുമ്പോൾ ആളുകളെല്ലാം താഴേക്ക് താഴുകയാണ്. സാത്താൻ പറഞ്ഞു, ഇത് ഞാൻ വിൽക്കുകയില്ല. അത് തിരിച്ച് സാത്താൻ കാണിച്ചപ്പോൾ അതിലെഴുതിയിരുന്നത്രേ മുഖസ്തുതി എന്നായിരുന്നു ആ ആയുധത്തിൻ്റെ പേര്. ഇത് വെറുമൊരു കഥയാണ്, പക്ഷെ അതിനകത്തൊരല്പം കാര്യമുണ്ട്. മുഖസ്തുതി എന്ന ആയുധം ഉപയോഗിച്ചാൽ ഏത് വമ്പനും പൊങ്ങും, ഏത് കൊമ്പനും അത് ഇഷ്ടമാണ്. മുഖത്ത് നോക്കി ആളുകളെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, അഭിനന്ദിച്ചാൽ ആൾക്ക് ഇഷ്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവവചന ശുശ്രൂഷകരെ സംബന്ധിച്ച് അവർക്ക് ഇതിന് അനുവാദമില്ല. രാജഭരണകാലത്ത് രാജാവിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സ്തുതിപാഠകന്മാരുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അപദാനങ്ങളെല്ലാം പ്രകീർത്തിച്ചു പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക. ദൈവവചന ശുശ്രൂഷയ്ക്ക് അതല്ല മാനദണ്ഡമെന്ന് പറയുന്നത്. വചനം വായിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കാണുവാൻ സാധിക്കുക. നെഹമ്യാവിൻ്റെ കാലത്ത് വചനം വായിച്ചു കേട്ടു, ന്യായപ്രമാണം വായിച്ചു കേട്ടു. എസ്രാ ശാസ്ത്രി പീഠത്തിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണം വായിച്ചു കേൾപ്പിച്ചു. സംഭവിച്ചത്, അവരിങ്ങനെ കേട്ട ആളുകളെല്ലാം മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ കരച്ചിൽ ബഹുദൂരത്തോളം കേട്ടു. അവരുടെ പാപങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലായി. തങ്ങളുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തിട്ടാണ് ബാബേൽ അടിമത്തത്തിലേക്ക് പോയത് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് അവർ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ചക്കരവാക്കിനും മുഖസ്തുതിക്കും ദൈവിക ശുശ്രൂഷയിൽ സ്ഥാനമില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. പ്രസംഗിക്കുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലും ഈ വസ്തുത മനസ്സിലാക്കിയിരിക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു.
ദൈവവചനത്തോട് ബന്ധപ്പെട്ട് വളരെ ഘനതരമായി നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ദൈവം വെറുതെ ആരോടും സംസാരിക്കുകയില്ല. ദൈവദാസന്മാർക്ക് ഒരു വിലയില്ലാത്തതുകൊണ്ട്, മൂല്യമില്ലാത്തതുകൊണ്ട്, വേറെ പണിയില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതി ദൈവം അയച്ചിട്ടില്ല. ദൈവം തൻ്റെ വചനം ജനവർഗത്തെ കേൾപ്പിക്കുമ്പോൾ സഭയോടാണെങ്കിലും കുടുംബങ്ങളോടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരു ദേശത്തോടാണെങ്കിലും ദൈവത്തിൻ്റെ വചനം അറിയിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ യിരെമ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ ദൈവം അവരോട് സംസാരിച്ച കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അത് ഏത് കാലത്തും നാം മറന്നു പോകാൻ പാടില്ലാതെ കരുതിക്കൊള്ളേണ്ടതാണ്. ദൈവത്തിൻ്റെ ആലോചന നമ്മെ ദൈവം കേൾപ്പിക്കുമ്പോൾ ദൈവം അത് ഏത് കാലത്ത് എങ്ങനെയാണ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. 22-ന്റെ 21-ാമത്തെ വാക്യം, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. എത്ര ആവേശം തരുന്ന ഒരു പ്രഖ്യാപനമാണത്. നിന്റെ ശുഭകാലത്ത്, നിന്റെ നല്ല കാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം നാം കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവവചനം എപ്പോഴെങ്കിലും കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളണം, അത് നമ്മുടെ ശുഭകാലമാ, നല്ല കാലമാ. ദൈവം നമ്മോട് സംസാരിക്കാൻ ഒരു ബാധ്യതയും ദൈവത്തിനില്ല, ഒരു കടപ്പാടും ദൈവത്തിനില്ല. പക്ഷേ ദൈവം കരുണ കാണിച്ച് നമ്മോട് സംസാരിക്കുവാൻ തൻ്റെ ദാസന്മാരെ അയക്കുമ്പോൾ, അല്ല നമ്മുടെ കൈവശം വിശുദ്ധ ബൈബിൾ നമുക്ക് ലഭിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അത് നമ്മുടെ ശുഭകാലമാണ്. ഈ നല്ല കാലത്ത് സംസാരിച്ചതാണ് യിരെമ്യാവിലൂടെ എന്ന് മനസ്സിലാക്കാൻ അന്ന് യഹൂദജാതിക്ക് കഴിയാതെ പോയി. അവരെന്തൊരു മൂഢജാതിയായി പോയി എന്ന് നമുക്ക് തോന്നുന്നില്ലേ? അതാണ് യെശയ്യാവ് പറഞ്ഞത്, കാളയേക്കാളും കഴുതയേക്കാളും ഈ ജാതി തരം താണു പോയി എന്ന്. അങ്ങനെ വിവേകമില്ലാത്ത മൃഗത്തേക്കാൾ താഴെ ആയിപ്പോയി പ്രവാചക കാലത്ത് ഈ ദൈവജനമെന്നറിയപ്പെടുന്നവർ എന്നുള്ളത് നമ്മൾ സങ്കടത്തോടെ ഓർക്കുക. വാസ്തവത്തിൽ നമ്മുടെ പല ക്ലാസ്സുകളായി യഹൂദ ജാതിയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും, പറയാനും മടുപ്പമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാം വളരെ ചതിക്കപ്പെട്ടിരിക്കുന്നു ഈ കാലത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നാം ദൈവവചനത്തെ വേണ്ട നിലയിൽ അർഹിക്കുന്ന ഗൗരവത്തിൽ നാം അംഗീകരിക്കാതെ പോയാൽ, തിരിച്ചറിയാതെ പോയാൽ, അങ്ങനെ നമ്മളോട് അറിയിക്കുന്ന കാര്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ അത് വലിയ ചതിയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ശുഭകാലത്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്ന സത്യം നമുക്ക് മറന്നു പോകാതിരിക്കാം. തൽക്കാലം നമുക്ക് ആ ഭാഗം അവിടെ അങ്ങ് നിർത്തേണ്ടി വരുന്നു. ദൈവവചനത്തോട് ബന്ധപ്പെട്ട് യഹൂദ ജാതിയുടെ മനോഭാവം എന്തായിരുന്നു എന്നാണ് നമ്മളിപ്പോൾ കുറേ അധികം സമയമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യിരെമ്യാവ് എത്ര ശുശ്രൂഷ ചെയ്താലും അതിന് വിലയില്ലാതിരിക്കുക, അവനെക്കുറിച്ച് ദേശം മുഴുവനും രാജ്യം മുഴുവനും അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, അനാഥോത്തുകാരെന്ന അവൻ്റെ കുടുംബ പട്ടണക്കാർ, പുരോഹിത പട്ടണക്കാർ അവരപമാനിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ സഹോദരവർഗം അവനെ ചതിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളതൊക്കെ വായിച്ച് കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അങ്ങനെ യിരെമ്യാവിന് ഒരു കാരണവശാലും സ്വസ്ഥതയില്ല, ആശ്വാസകരമായതൊന്നും മുമ്പിൽ കാണാനില്ല. ഞാൻ പ്രസംഗിക്കുന്നു, പക്ഷേ ആ പ്രസംഗം ജനത്തിനു വേണ്ട. ഇതിനേക്കാൾ ശുശ്രൂഷകനെ ആക്ഷേപിക്കാൻ വല്ലതുമുണ്ടോ? എന്നാൽ യിരെമ്യാവിൻ്റെ ഹൃദയം വരുവാൻ പോകുന്ന ന്യായവിധി കണ്ടിട്ട് എങ്ങനെ ഇരുന്നു എന്നുള്ളതുകൂടെ നമുക്കിന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് വരണം. 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യിരെമ്യാവ് എന്ന യുവാവ്, അദ്ദേഹം ഈ ഒരു ഭാഗത്ത് അപമാനം സഹിച്ച്, അവഹേളനം സഹിച്ച്, ശാരീരിക പീഡ അനുഭവിച്ച്, കുണ്ടറയിൽ കഴിഞ്ഞ് ഒക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നിട്ടും പ്രയോജനമില്ലാതെ പോയി. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ യിരെമ്യാവിൻ്റെ ഹൃദയം എങ്ങനെ ഇരുന്നു? അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യിരെമ്യാവ് നിലവിളിക്കുക അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാർ കരയുക വിരളമാണ്. യിരെമ്യാവ് ഒരു ഭീരുവായിരുന്നില്ലെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. തൻ്റെ പ്രസംഗം കേട്ടാലറിയാം, പഠിച്ചാലറിയാം, അതിധൈര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചത്ത് കുത്തി പ്രസംഗിക്കാൻ, മുഖത്തടിച്ചതുപോലെ പാപത്തിനെതിരെ പറയുവാൻ കഴിയുമായിരുന്നില്ല.
അത് രാജാവാണെങ്കിലും പ്രഭുക്കന്മാരാണെങ്കിലും പുരോഹിത നേതാക്കന്മാരാണെങ്കിലും വ്യത്യാസമില്ലാതെ യിരെമ്യാവ് അവരുടെ പാപത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അതിധൈര്യമുള്ള ദൈവാശ്രയമുള്ള ഒരു ഭക്തനായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കരയുക, അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് പറയുക. എന്താ കരയുന്നത്? എൻ്റെ ദൈവമേ, ഇത്രയും എന്നെ ദ്രോഹിച്ചവർ, പക്ഷേ എങ്കിലും ഈ ജനത്തെ നീ ശിക്ഷിക്കരുതേ, ഈ ജനത്തെ നീ ബാബേലിലേക്ക് പറഞ്ഞയക്കരുതേ. എൻ്റെ കണ്ണ് ഒരു കണ്ണുനീർ ഉറവയായിരുന്നെങ്കിൽ, ഉറവ പോലെ ഓരോലം താഴെ കണ്ണീർ ഒഴുകി വീണിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ ഹൃദയം പിളർന്ന് യിരെമ്യാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു ഹൃദയസ്ഥിതിയാ അത്! സ്വജനത്തോടുള്ള തൻ്റെ സ്നേഹ വായ്പ് എത്ര വലുതായിരുന്നു! നമുക്ക് വാസ്തവത്തിൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നാളുകൾ പലത് കഴിഞ്ഞു. യഹൂദൻ ബാബേലിലേക്ക് അടിമകളായിപ്പോയി. യിരെമ്യാവിലൂടെ ദൈവം പറഞ്ഞതുപോലെ തന്നെ അവരോട് ചെയ്തു. പക്ഷേ ആ ബാബേലിൽ അടിമകളായി അവർ കഴിയുന്ന കാലത്ത് അവരനുഭവിക്കുന്ന കഷ്ടത കണ്ടിട്ട് യിരെമ്യാവ് കരയുന്ന പുസ്തകമാണല്ലോ വിലാപങ്ങളുടെ പുസ്തകം. അതിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, വിലാപങ്ങളുടെ പുസ്തകം. തൻ്റെ വാക്ക് ധിക്കരിച്ച് തന്നെ അപമാനിച്ച് അടിമത്വത്തിലേക്ക് പോയി. തൻ്റെ ജനം ഇപ്പോൾ ബാബേലിൽ അനുഭവിക്കുന്നു. സ്വാഭാവികമായിട്ടും യിരെമ്യാവ് ഇങ്ങനെ ചിന്തിച്ചാൽ, ഞാൻ തെറ്റ് പറയുകയില്ല, കൊള്ളാം, നിങ്ങളോട് ദീർഘിച്ച 40 വർഷം ഞാൻ സംസാരിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നു, വചനം വേണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ അടിമത്വത്തിൽ പോകും, നിങ്ങളോട് ബാബേൽ അധിപൻ കഠിനമായി പെരുമാറുമെന്ന് പറഞ്ഞതാണ്, നിന്റെ മക്കളെ കൊന്നുകളയുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾക്ക് വചനം വേണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് യിരെമ്യാവ് പറഞ്ഞാൽ, ചിന്തിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയുമായിരുന്നില്ല എന്നാണ് എൻ്റെ പക്ഷം. പക്ഷേ യിരെമ്യാവിൻ്റെ ഹൃദയം എങ്ങനെയിരുന്നു? വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം വായിക്കുക. യിരെമ്യാവ് തൻ്റെ സാക്ഷ്യം പറയുകയാണ്. എന്താ താൻ പറയുന്നത്? എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണു മങ്ങിപ്പോകുന്നു. എൻ്റെ ഉള്ളം കലങ്ങി കരൾ നിലത്ത് ചൊരിഞ്ഞു വീഴുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു. യിരെമ്യാവ് പറയുക, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണ് മങ്ങിപ്പോയി. കണ്ണ് മങ്ങിപ്പോയി. പൈതങ്ങൾ പട്ടിണി കിടക്കുക, വഴിത്തലയ്ക്കൽ പെടഞ്ഞു മരിക്കുക. യിരെമ്യാവ് പറയുക, ഇതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അടിമത്വത്തിലേക്ക് പോയവരെ ഓർത്ത് യിരെമ്യാവ് ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുക. അവൻ്റെ കണ്ണ് മങ്ങിപ്പോയി, അതിന് മാത്രം അവൻ കണ്ണുനീരൊഴുക്കി. യിരെമ്യാവിൻ്റെ കണ്ണുനീരിൻ്റെ ചരിത്രമാണ് വിലാപങ്ങളുടെ പുസ്തകം എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കരയുന്ന പ്രവാചകൻ എന്ന് യിരെമ്യാവിന് പേരുണ്ടായത് എന്നും നമുക്കറിയാം. അങ്ങനെ കണ്ണുനീരിൻ്റെ ഒരു ചരിത്രമാണ് യിരെമ്യാവ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ദൈവം തന്നെ ഇരുളിൽ കൂടി നടത്തി എന്ന് മാത്രമല്ല, തന്നോട് ചുറ്റി നിന്നവർക്ക് ആർക്കും വെളിച്ചം നൽകുവാൻ കഴിയാത്തതുപോലെ സർവത്ര ആത്മീയ അന്ധകാരമായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് തന്നെ വരികയാണ്. വിലാപങ്ങളുടെ പുസ്തകം 19-ാമത്തെ വാക്യം. യിരെമ്യാവ് കരഞ്ഞു എന്ന് മാത്രമല്ല, യിരെമ്യാവിടെ ആഹ്വാനം ചെയ്യുകയാണ്. എന്താ പറയുന്നത് നോക്കിയാട്ട് 2:19. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. തന്നെ ആക്ഷേപിച്ച് പറഞ്ഞയച്ച ആ മൂഢവർഗത്തോട് യിരെമ്യാവ് പിന്നെയും വിളിച്ചു പറയുക, യാമാരംഭത്തിങ്കൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ദൈവത്തെങ്കിലേക്ക് കൈമലർത്തുക, മക്കൾക്ക് വേണ്ടി നിലവിളിക്കുക, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുക. പ്രിയപ്പെട്ടവരെ, അതേ ഉപദേശമല്ലേ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്? നമ്മുടെ മക്കളെ ഓർത്ത് കരയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കുമോ? എന്തെല്ലാം വാർത്തകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ മക്കളെക്കുറിച്ച് തന്നെ, നമ്മുടെ കൊച്ചുമക്കളെക്കുറിച്ച് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇങ്ങനെയുള്ള വാർത്തകൾ ക്രൈസ്തവനെക്കുറിച്ച് കേൾക്കാമായിരുന്നുവോ? യേശുക്രിസ്തുവിനെ നെഞ്ചിലേറ്റി ദൈവവചനം കരങ്ങളിൽ വഹിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്നും അവരുടെ തലമുറയിൽ നിന്നും ഇങ്ങനെയുള്ള വാർത്തകൾ വരാൻ പാടില്ലായിരുന്നു. മക്കളെ ഓർത്ത് കരയുക എന്നുള്ള യിരെമ്യാവിൻ്റെ അന്നത്തെ ആഹ്വാനം ഇന്ന് 100% അന്വർത്ഥമായി നമ്മിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞല്ലോ, ക്രൂശും ചുമന്ന് കാൽവറിലേക്ക് നടക്കുമ്പോൾ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. രക്ഷിതാവ് എന്ന് പറഞ്ഞിട്ടാണ് ക്രൂശിങ്കിലേക്ക് പോയത്. വർഷം 2000 ആയിട്ടും ആ വാക്കിൻ്റെ ഘനം കൂടി വന്നതല്ലാതെ അത് കുറയുന്നില്ല.
മക്കളെ ചൊല്ലി കരയേണ്ട സമയത്ത് കരയാൻ ആളുകൾ തയ്യാറായില്ലെങ്കിൽ, മാതാപിതാക്കൾ തയ്യാറായില്ലെങ്കിൽ പിന്നീട് കരഞ്ഞതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്നാണ് യഹൂദൻ്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. വിലാപങ്ങൾ 3-ാം അധ്യായത്തിലേക്കൂടെ പോകണം. 49-ഉം 50-ഉം വാക്യം വായിക്കുക. ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാണെന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണമേ. നമ്മളൊരു കഥ പറയുകയല്ല. ഞാനത് ആവർത്തിച്ച് പറയട്ടെ. നമ്മൾ ഭാവനയിൽ മെനഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ചിന്ത പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം വേദവാക്യങ്ങൾ വായിക്കേണ്ടി വരുന്നത്. അത് കേവലം എൻ്റെ ഒരു അഭിപ്രായമല്ല, നമ്മുടെ ആരുടെയും ഒരു അഭിപ്രായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. തമ്പുരാൻ്റെ തിരുവെഴുത്തിൽ അങ്ങനെയുണ്ട്. അവിടുത്തെ വിശുദ്ധ വചനത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഓർത്തുകൊള്ളുവാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുക. 3-ാം അധ്യായം 49-ഉം 50-ഉം വാക്യങ്ങൾ, വിലാപങ്ങളുടെ പുസ്തകം. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. എത്ര കാലം കരയണം എന്ന് യിരെമ്യാവ് പറയുകയാ. യിരെമ്യാവിൻ്റെ കരച്ചിലിൻ്റെ കാലപരിധി പറയുകയാ. ദൈവം കടാക്ഷിക്കുവോളം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശരിയായ പ്രമാണം അതാ. നമ്മൾ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്തുക എന്നല്ല. പിന്നെയോ ദൈവം കടാക്ഷിക്കുവോളം ഒരു കാര്യം വിശ്വസിക്കുക. വിശ്വാസത്താൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം തീർച്ചയായും എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദൈവം എന്നെ കടാക്ഷിക്കാതിരിക്കുകയില്ല. ആ ദൃഢവിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥന നിർത്തുകയല്ല. ഉത്തരം വൈകിപ്പോയി എന്ന് കരുതി പ്രാർത്ഥന നിർത്തി നിരാശപ്പെട്ടിരിക്കുകയല്ല. പിന്നെയും ദൈവം കടാക്ഷിക്കുവോളം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. യിരെമ്യാവ് അതാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ പറയും, പ്രഥമ ദൃഷ്ടിയ യിരെമ്യാവ് ഇത്രയും കരഞ്ഞു, പ്രസംഗിച്ചു, എന്ത് ഫലമുണ്ടായി? യഹൂദജാതി ബാബേലിൽ പോയില്ലേ? 70 കൊല്ലം അടിമകളായി അവിടെ ജീവിച്ചില്ലേ? എന്തിനാ ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് കരഞ്ഞത് എന്ന് വേണമെങ്കിൽ ഒരു താർക്കികന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ചരിത്രം വിസ്മരിക്കരുത്. യിരെമ്യാവ് പ്രാർത്ഥിച്ചു, കരഞ്ഞു. യഹൂദ ചരിത്രം പറയുന്നത് പോലെ ഒടുവിൽ യിരെമ്യാവിനെ ആ ജാതി കൊന്നുകളഞ്ഞു, രക്തസാക്ഷിത്വം വരിച്ചു. പക്ഷേ യിരെമ്യാവ് മരിച്ചു പോയെങ്കിലും യിരെമ്യാവിൻ്റെ പ്രാർത്ഥനാവാചകം സ്വർഗത്തിൽ തങ്ങി നിന്നു. യിരെമ്യാവിൻ്റെ കണ്ണുനീര് ദൈവത്തിന് മുമ്പാകെ ഉണ്ടായിരുന്നു. ദൈവം അതിന് ഉത്തരം നൽകി. എപ്പോഴാണെന്നറിയാമോ? 70 കൊല്ലത്തെ ബാബേൽ അടിമത്തത്തിന് ശേഷം യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരമാണ് എസ്ര, സെരുബ്ബാബേൽ, നെഹമ്യാവ് തുടങ്ങിയ നിരവധി വിശുദ്ധന്മാർ, ദൈവഭക്തന്മാർ. യിരെമ്യാവിൻ്റെ ഹൃദയം പടർന്നുള്ള അന്നത്തെ കരച്ചിൽ ദൈവം മറന്നില്ല. ദൈവം അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നു. ദൈവം ഒരുപക്ഷെ അവൻ അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാമെങ്കിലും നാം ഇന്ന് അറിയുന്നു, യിരെമ്യാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി, ഫലമുണ്ടായി. തീർച്ചയായും യഹൂദ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത നവീകരണകർത്താക്കളായ നിരവധി നായകന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ ആ കണ്ണുനീരിന് ശക്തിയുണ്ടായി. അതുകൊണ്ട് ഈ ശുശ്രൂഷ കേൾക്കുന്ന, സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാതിരിക്കുക. ദൈവം ഉത്തരം തരാൻ വൈകിപ്പോയി എന്ന് തെറ്റിദ്ധരിച്ച് പ്രാർത്ഥന നിർത്താതിരിക്കുക. ഉത്തരം ലഭിക്കുവോളം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എന്തായിരുന്നു യിരെമ്യാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയം? യിരെമ്യാവിൻ്റെ ആവശ്യം എന്തായിരുന്നു? നമുക്കതറിയാം. ദൈവത്തോട് യിരെമ്യാവ് പറഞ്ഞു, ദൈവമേ, എൻ്റെ ജനത്തെ ബാബേലിലേക്ക് പറഞ്ഞയക്കല്ലേ, അവരോട് നീ ദോഷം ചെയ്യല്ലേ, അവരെ നീ ശിക്ഷിക്കരുതേ, അവരറിവില്ലായ്മ കൊണ്ടാണ്, അവർ ശരിയായി വരും. ഇതാണ് യിരെമ്യാവ് പ്രാർത്ഥിക്കുന്നതിൻ്റെ സാരാംശം. ദൈവം അതിന് പറഞ്ഞ മറുപടിയുണ്ട്. എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആവേശം വരികയാണ്. ഈ ദൈവം എന്തോ ഒരു കരുണയുള്ള ദൈവമാണ്. സാധുക്കളായ പാവങ്ങളായ നമ്മൾ നിലവിളിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന് അതിന് മറുപടി പറയാൻ ഒരു ബാധ്യതയുമില്ല. പക്ഷേ യിരെമ്യാവിൻ്റെ വാക്കിന് മുമ്പിൽ ദൈവം അവിടെ നിന്നു. എന്നിട്ട് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞ മറുപടിയുണ്ട്. യിരെമ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവം എന്തു മറുപടി പറഞ്ഞുവെന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കുക. യിരെമ്യാവ് 14:11. യഹോവ എന്നോട്, നീ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. നീ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കരുത്. യിരെമ്യാവേ, എൻ്റെ ജനത്തിൻ്റെ നന്മയ്ക്കായി നീ പ്രാർത്ഥിക്കരുത്. ഇപ്പോൾ വായിക്കുന്നില്ല, 11-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോഴും ഇതേ കാര്യം ആവർത്തിച്ച് ദൈവം പറയുന്നുണ്ട്. യിരെമ്യാവേ, പ്രാർത്ഥിക്കരുത്, നീ പ്രാർത്ഥിക്കരുത്. എൻ്റെ ജനത്തിന് നന്മയുണ്ടാകണമെന്ന് നീ ഇനി പ്രാർത്ഥിക്കരുത്. അവരോട് എനിക്ക് അത്ര മടുപ്പായി പോയി. ഇവിടെ യെശയ്യാ പ്രവചിക്കുന്ന ഒരു വാക്യം കൂടെ വായിക്കേണ്ടി വരുന്നു. എന്തായിരിക്കും ദൈവം ഇങ്ങനെ കർക്കശമായി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്?
അത് ഇതിനകം നമ്മൾ കണ്ടതാണ്. അവരുടെ പാപവഴികളെക്കുറിച്ച്, അവരുടെ അശുദ്ധ ജീവിതത്തെക്കുറിച്ച്, വചനത്തോടുള്ള അവരുടെ മനോഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുപോയതാണ്. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ വേണം യെശയ്യാപ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുവാൻ. യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാള അറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവം യെശയ്യാവിൻ്റെ കാലത്ത് പ്രവാചകനിലൂടെ പറഞ്ഞു, വരിക, തല മൊട്ടയടിക്കുക, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുക, പാപങ്ങൾ ഏറ്റുപറയുക. ഈ ജനം പറഞ്ഞു, കാളെ അറക്കാം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇവൻ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് വിലപിക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവം അന്ന് പറഞ്ഞതാണ് അവരോട്, ഈ അകൃത്യം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. ഇപ്പോൾ യെരമ്യാവ് പ്രാർത്ഥിക്കുക. ദൈവം പറഞ്ഞു, വേണ്ട, പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് മാത്രം യെരമ്യാവ് അനുസരിക്കുന്നില്ല. യെരമ്യാവ് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യെരമ്യാവിനറിയാം ദൈവം മനസ്സിലുള്ള ദൈവമാണ്, ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. ഇതൊക്കെ പറഞ്ഞാലും പിന്നെയും കണ്ണുനീര് കണ്ടാൽ ദൈവം കരുണ കാണിക്കാതിരിക്കയില്ല. അതുകൊണ്ട് യെരമ്യാവ് പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവം യെരമ്യാവിന് അതിനും മറുപടി നൽകി. യെരമ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ അത് മനസ്സിലാകും. അതുകൂടെ വായിച്ച് നമ്മൾ ഈ ഭാഗം നമുക്കിവിടെ നിർത്തേണ്ടി വരും. യെരമ്യാവ് 5-ാം അധ്യായം 1-ാം വാക്യം ദൈവം എന്താ മറുപടി പറഞ്ഞത്? യെരമ്യാവ് പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കരച്ചിൽ നിർത്തുന്നില്ല. ദൈവം അവനോട് എന്തു പറഞ്ഞു? വായിച്ചാട്ടെ. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടു എങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. അവസാനം ദൈവം യെരമ്യാവോട് പറഞ്ഞു, യെരമ്യാവേ, നിന്നോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിന്റെ ആവശ്യം ഞാൻ ഇവരെ ശിക്ഷിക്കരുതെന്നല്ലേ? ആകട്ടെ, ഞാൻ നിന്റെ ആഗ്രഹം മാനിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെവി തരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, യെരൂശലേമിൻ്റെ വീഥികളിൽ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് നോക്ക്. എന്നിട്ട് യാഗമർപ്പിക്കുന്നതിനും പെരുന്നാൾ ആഘോഷിക്കേണ്ടതിനും ദൈവത്തെ ആരാധിക്കേണ്ടതിനും വരുന്ന എൻ്റെ ജനമുണ്ടല്ലോ, ആ ജനത്തിൻ്റെ അടുക്കൽ ചെല്ലണം. അവിടെ മൂപ്പന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതനുണ്ട്, പിന്നെ ന്യായപ്രമാണജ്ഞരുണ്ട്. അവരുടെ അടുക്കൽ ചെല്ലണം. അവിടെ ചെന്നിട്ട് നീ അന്വേഷിച്ച് നോക്കണം, അവരുടെ മധ്യത്തിൽ വിശ്വസ്തനായ ഒരാളെങ്കിലും ഉണ്ടോ എന്ന്. ഒത്തിരി പേര് വേണ്ട, ഒരാളെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഒരാളെ നീ കണ്ടെത്തി എന്നെ കാണിച്ചു തന്നാൽ ഞാൻ വരുത്തുമെന്ന് പറഞ്ഞ ന്യായവിധി ഞാൻ ഒഴിവാവുകയാണ്, നിർത്തൽ ചെയ്യുകയാണ് എന്ന് ദൈവം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉണ്ടായ യെരമ്യാവിന് സന്തോഷം വാക്കുകൾക്കപ്പുറമായിരിക്കും. യെരമ്യാവ് നിശ്ചയമായിട്ടും ആനന്ദിച്ചു. യെരൂശലേമിലല്ലേ ദൈവത്തിൻ്റെ നഗരം, യെരൂശലേമല്ലേ, അവിടെയല്ലേ ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്നത്, അവിടെയല്ലേ ന്യായപ്രമാണമുള്ളത്, അവിടെയല്ലേ ദൈവജനം വന്ന് കർത്താവിന് പ്രസാദം പെരുമാറി യാഗമർപ്പിക്കുന്നത്. അവിടെ വിശ്വസ്തനായ ഒരാളെ കാണാതിരിക്കുമോ? യെരമ്യാവ് വളരെ ആവേശത്തോടു കൂടെയാണ് യെരൂശലേമിലേക്ക് ചെന്നത്. പ്രിയപ്പെട്ടവരെ, ദുഃഖകരമെന്ന് പറയട്ടെ, യെരമ്യാവ് അന്വേഷിച്ചിട്ട് വിശ്വസ്തനായ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ നഗരമായ യെരൂശലേമിൽ, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ഥലമെന്ന് അവകാശപ്പെട്ട ദേവാലയമുള്ള സ്ഥലത്ത് ഒരാളെ വിശ്വസ്തനായി കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിശ്വസ്തതയില്ലാതെ ആരാധിക്കാം, വിശ്വസ്തതയില്ലാതെ യാഗമർപ്പിക്കാം, പണം ചെലവാക്കാം. ദൈവത്തോട് വിശ്വസ്തതയില്ലാതെ, മനുഷ്യരോട് വിശ്വസ്തതയില്ലാതെ ഭക്തിയുടെ വേഷം ധരിക്കാൻ കഴിയുമെന്ന് യെരമ്യാവിൻ്റെ കാലത്ത് സംഭവം തെളിയിച്ചു. നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിന് വേദന തോന്നേണ്ടതല്ലേ? ഇങ്ങനെയുള്ള ഒരു കാലം കഴിഞ്ഞ നാളിലുണ്ടായിരുന്നു എങ്കിൽ അതിനേക്കാൾ എത്ര അധികമാണ് ഈ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം വിശ്വസ്തൻ എന്ന് വചനത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവജനമായ നമ്മിൽ നിന്നും ആ വിശ്വസ്തത കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതെത്രമാത്രം കഠിനമായ പാപമായിരിക്കും.
നമുക്ക് ഇപ്പോൾ തീരുമാനിക്കേണ്ടത് യാമാരംഭത്തെങ്കിൽ എഴുന്നേറ്റ് കരയുവാൻ മനസ്സുണ്ടോ എന്നുള്ള കാര്യമാണ്. നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യമാണ്. ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം ഏത് വിധത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. നാം തന്നെ തീരുമാനിക്കണം, സ്വയം തീരുമാനിക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വിനയപ്പെടണം. ദൈവത്തോട് നമുക്ക് വാക്ക് പറയാൻ ആവശ്യമുണ്ട്. സഹായിക്കണം, കുറവുകൾ സമ്മതിക്കുന്നു, ഉപേക്ഷിക്കുന്നു, കരുണ കാണിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം. യെരമ്യാവിൻ്റെ തുടർന്നുള്ള ചരിത്രം കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം തുടർന്ന് ചിന്തിക്കുന്നതാണ്. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.